ഇങ്ങനെ പിച്ചുമയും പറയുന്നത് കൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് അല്ലായിരിക്കും. സോഷ്യൽ മീഡിയയിലോ പുറത്തോ ടാർഗറ്റ് ചെയ്യപ്പെട്ടാലും നിങ്ങൾക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുമോ? നിങ്ങൾക്ക് വന്ന് എന്താണ് സത്യം എന്ന് പറയുന്ന സാധനം പ്രിപ്പയർ ചെയ്യാൻ ഒരാഴ്ച ഒരു മാസം പോലും വേണ്ട, ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെ വന്ന് പുതിയ പുതിയ ഓരോ നറേറ്റീവ്സ് ഉണ്ടാക്കി പറയുമ്പോൾ നമുക്ക് ഇത് എന്തൊരു പെർഫോമൻസാ അങ്ങനെ തോന്നത്തില്ലേ? So this video is probably really going to disappoint my father. So if you're watching this, I'm really sorry. But I just had to say what had to be said. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന ഡ്രാമയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് is so cheap and silly for us. You know, നമുക്ക് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും പുതിയ ബ്ലോഗിനുള്ള കോണ്ടന്റ് ആയല്ലോ. See, we're not that kind of people. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വി ലൈക്ക് ഷെയറിങ് ആ ലൈഫ്, സോ വി ഷെയർ ആ ലൈഫ്. അല്ലാതെ ഇതിനുള്ളിലെ ഡൈനാമിക്സ് വന്ന് ഡിസ്കസ് ചെയ്ത് അതൊരു ചർച്ചാ വിഷയമാക്കി, ദാറ്റ്സ് നോട്ട് വാട്ട് ആർ ലൈഫ് ഇസ് ഓൾ അബൌട്ട്. അറ്റ്ലീസ്റ്റ് ഇപ്പം എനിക്ക് ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വോണ്ട് ടു ഡു വിത്ത് മൈ ലൈഫ്. ബട്ട് സംടൈംസ് ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ് ദാറ്റ് ഐ ഹാവ് ടു ഈവൻ ബി ഡൂയിങ് ദിസ്. ഞാൻ അമ്മയടുത്ത് പറഞ്ഞതാണ് ആക്ച്വലി ഈ വീഡിയോയിൽ ഇരിക്കാൻ. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് അമ്മയ്ക്കാണല്ലോ. കാരണം അമ്മേനെയാണല്ലോ ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി.